പെപ്പറോമിയ പെലൂസിഡ എന്നൊക്കെയാണ് ശാസ്ത്രീയ നാമമെങ്കിലും നമുക്കിത് നൊസ്റ്റാൾജിയ തട്ടിയുണർത്തുന്ന മഷിത്തണ്ടാണ്. എവിടെയെങ്കിലും ഈ ചെടി കാണുമ്പോൾ സ്ലേറ്റും പെൻസിലും മഷിത്തണ്ടുമായി നാട്ടുവഴികളിലൂടെ സ്കൂളിൽ പോയ ബാല്യകാലം നമുക്ക് ഓർമ്മ വരും. നിറഞ്ഞ വെള്ളമുള്ള ഇതിൻ്റെ തണ്ടുകൾ കൊണ്ട് പണ്ട് ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്ലേറ്റും വായിച്ചിരുന്നു, കൂട്ടുകാർക്കും ഷെയർ ചെയ്തിരുന്നു. പുതുമഴ പെയ്ത് കഴിയുമ്പോൾ തൊടികളിലും മതിലുകളിലും ഒക്കെ മഷിത്തണ്ട് കാണാം. കേരളത്തിലെ കാലാവസ്ഥ ഇതിൻ്റെ വളർച്ചയ്ക്ക് ഏറെ നല്ലതാണ്. ഇങ്ങ് കേരളത്തിൽ മാത്രമല്ല, അങ്ങ് അമേരിക്ക ഉൾപ്പെടെ പല രാജ്യങ്ങളിലും ഈ ചെടിയെ കാണാം. മഷിയിൽ ഇതിൻ്റെ തണ്ട് മുക്കി വച്ചാൽ അത് ആ നിറത്തെ വലിച്ചെടുക്കും. ചെടികൾ വെള്ളം വലിച്ചെടുക്കുന്നു എന്ന് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി സയൻസ് ടീച്ചർമാർ പണ്ട് സ്കൂളിൽ ഇതിൻ്റെ തണ്ടുകൾ നിറമുള്ള മഷിയിൽ മുക്കി വയ്ക്കും. മണിക്കൂറുകൾ കഴിയുമ്പോൾ ഇതിൻ്റെ തണ്ടുകളുടെയും ഇലകളുടെയും ഒക്കെ നിറം മാറും. അങ്ങനെയാണ് ഇതിന് മഷിത്തണ്ട് എന്ന പേര് വന്നത്. എന്നാൽ യഥാർത്ഥ മഷിത്തണ്ട് ഇതല്ല. വയലറ്റ് നിറമുള്ള മഷി നിറഞ്ഞ തണ്ടുകളുള്ള കാശിത്തുമ്പ കുടുംബത്തിൽപ്പെട്ട മറ്റൊരു ചെടിയാണ്. പക്ഷേ വ്യാപകമായി ഈ ചെടിയെയാണ് മഷിത്തണ്ടെന്ന് തെറ്റി വിളിക്കുന്നത്. ഹാർട്ട് ഷേപ്പാണ് ഇതിൻ്റെ ഇലകൾക്ക്. 1 വർഷം മാത്രമാണ് ഈ ചെടിയുടെ ആയുസ്. ഇതിൻ്റെ വിത്തുകൾ ഉയർന്നു നിൽക്കുന്ന തണ്ടിൽ ചെറിയ പൊട്ടുപോലെ നിറഞ്ഞു നിൽക്കുന്നത് കാണാം. ഈർപ്പമുള്ള മണ്ണിൽ കൂട്ടമായി വളരുന്ന ഈ സസ്യത്തെ കാണുന്നത് തന്നെ ഒരു ഭംഗിയാണ്. ഇൻഡോർ പ്ലാന്റായിട്ട് ഇതിനെ വീടിൻ്റെ ഉള്ളിലും വളർത്തിയെടുക്കാം. വായുവിനെ ശുദ്ധീകരിക്കാനുള്ള കഴിവ് ഈ ചെടിക്കുണ്ട്. 450-500 രൂപയ്ക്കൊക്കെയാണ് ഓൺലൈനിൽ ഇതിനെ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. ഒരു ബിസിനസ് നമുക്ക് തുടങ്ങിയാലോ? തലവേദന കുറയാനായിട്ട് ചിലർ മഷിത്തണ്ടിൻ്റെ ഇലയും തണ്ടും പിഴിഞ്ഞ് നെറ്റിത്തടത്തിൽ അപ്ലൈ ചെയ്യാറുണ്ട്. ഫേസ് പാക്ക് ഉണ്ടാക്കാനും ഇത് ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ ഇലയും തണ്ടും ഉപയോഗിച്ച് തോരൻ ഉണ്ടാക്കുന്ന വീഡിയോസ് വ്ളോഗേഴ്സ് പോസ്റ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. ഇളം തണ്ടുകളും ഇലയും ചെറുതായി അരിഞ്ഞ് കടുക് പൊട്ടിച്ച് ഉള്ളിയും തേങ്ങയും പൊടികളും ഒക്കെ ചേർത്ത് തോരനുണ്ടാക്കിയെടുക്കും. സലാഡിലും ചിലർ ഇത് ചേർക്കാറുണ്ട്. വെറ്റിലപ്പച്ച, വെള്ളം കുടിയൻ, വെറ്റമഷി, മഷിപ്പച്ച, കോലുമഷി, ഇങ്ങനെ പല പേരുകളിൽ ഈ ചെടി അറിയപ്പെടുന്നുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഇതിനെ എന്താണ് വിളിക്കാറ്? ഒരു പറ്റം തലമുറകൾക്ക് കാലമെത്ര കഴിഞ്ഞാലും ഓർമ്മകളിലേക്ക് ഒരു മടക്ക യാത്രയാണ് ഇത്തിരി പോന്ന ഈ മഷിത്തണ്ട്.